ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സുബ്രഹ്മണ്യായ നമഃ. ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമഃ. എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഫെബ്രുവരി മാസത്തിൽ 12 രാശിക്കാർക്കും എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക കാല ഈ 3 നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് മാസം മുഴുവനും സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം, ആരോഗ്യം അനുകൂലമായി വരിക, ബന്ധുസമാഗമനം ഉണ്ടാകുക, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെയും ഏകദേശം മുഴുവൻ തന്നെയും സാധിച്ചു കിട്ടുക, അധികാരികളുടെ അനുകൂലമായിട്ടുള്ള ഇടപെടൽ, അവരുടെ സഹായം കിട്ടുക, പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക, പൊതുവെ ഒരു അഭിമാനം ഉണ്ടാകുക, പുതിയ ജോലി ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. ജോലി സ്ഥലത്ത് അനുകൂലമായി വരിക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ കുജൻ വളരെ അനുകൂലനായിട്ടാണ് 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. ധനലാഭം, ശത്രുപരാജയം, സുഖം, ആഭരണാദികളൊക്കെ കിട്ടുക, നല്ല ആഹാരം എന്നും ലഭിക്കുക, കീർത്തി ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ബുധൻ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുക, ശത്രുപരാജയം ഉണ്ടാകുക, ആരോഗ്യം ഒക്കെ അനുകൂലമായി വരിക, പ്രശംസ, ബന്ധുസ്നേഹം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ വ്യാഴം അനുകൂല ഭാവത്തിലാണ് എങ്കിലും വ്യാഴത്തിന് വേദദോഷം ഭവിക്കിയാൽ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. നല്ല കാര്യങ്ങൾക്കായിട്ടാണ് എങ്കിലും ധനച്ചിലവ് അധികമായിട്ട് വരിക, വസ്തു സംബന്ധമായിട്ടുള്ള ചില തർക്കങ്ങൾക്കൊക്കെ ഒരു ചെറിയ സാധ്യതയുണ്ട്. വിശ്വാസവഞ്ചന പറ്റുന്നതിനും സാധ്യതയുണ്ട്, ശ്രദ്ധിക്കേണ്ടതാണ്. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക. വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ സഹസ്രനാമം അർച്ചന ചെയ്യുന്നതും ദോഷം കുറയുന്നതാണ്. പിന്നെ ഹരേ രാമ എന്ന കലിസന്ത്രണ മന്ത്രം കൂടിയെന്നും ജപിക്കാവുന്ന വരില്ല. അതിന് കുളിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ അത് ജപിക്കാവുന്നതാണ്. അത് സമയവും നിഷ്ഠയൊന്നുമില്ല, എപ്പോഴും നടക്കുമ്പോഴിരിക്കുമ്പോഴും ഒക്കെ അത് ജപിക്കാവുന്നതാണ്. അത് വളരെയേറെ പവർഫുള്ളാണ് ആ ഒരു മന്ത്രം. അപ്പോൾ വളരെ ശക്തിയുള്ളതാണ്. എന്നാൽ അത് ജപിച്ചു. വ്യാഴത്തിൻ്റെ ദൃഷ്ടി 6, 8, 10 ഭാവങ്ങളിലോട്ട് വീഴുന്നത് വളരെ നല്ലതായിട്ടാണ് വരുന്നത്. അതുപോലെ രോഗശമനം, നിത്യവരുമാനത്തിലും ജോലി സ്ഥലത്തുമൊക്കെ കർമ്മപരമായിട്ടൊക്കെ വളരെ ഒരു ഉയർച്ച, നേട്ടങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതാണ് ഈ വ്യാഴത്തിൻ്റെ ഈ ദൃഷ്ടി കാരണം. പിന്നെ ശുക്രൻ അത്ര അനുകൂലനല്ല. മഹാലക്ഷ്മി സ്തുതികളും ലക്ഷ്മി സ്തവങ്ങളുമൊക്കെ ജപിക്കുന്നത് നല്ലതാണ്. സ്ത്രീകൾ മൂലമൊക്കെ ചില ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ശനി വളരെ അനുകൂലനായിട്ട് 11-ാം ഭാവത്തിൽ നിൽക്കുന്നു. വേദദോഷമൊന്നുമില്ല. ധനലാഭം, രോഗശമനം, അധികാര പ്രാപ്തി, ലോക ബഹുമാനം, സുഖം, ഭാര്യാപുത്രാദികളുമായിട്ടൊക്കെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു ജീവിതം തരുന്നതാണ് ഈ ശനി, 11-ലെ ശനി. പിന്നെ രാഹു അത്ര അനുകൂലനല്ല. വളരെ ധനച്ചിലവിന് സാധ്യത വരുത്തും. കേസ് വഴക്കുകൾക്കും ഒക്കെ ഒരു സാധ്യത വരുത്തുന്നതാണ്. അതിന് ശ്രമിക്കും. അപ്പോൾ മഹാദേവനെ ധാര, കൂളമാല, അതുപോലെ തന്നെ സർപ്പപൂജ തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. രാഹുവിൻ്റെ ദോഷം ഉണ്ടായില്ല. ഓം നമഃശിവായ കാലത്തും വൈകിട്ടും ജപിക്കുന്നതും വളരെ ഏറെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഈ രാഹുവിൻ്റെ ദോഷവും ഒന്ന് കുറഞ്ഞു കിട്ടുന്നതാണ്. പിന്നെ കേതു വളരെ അനുകൂലനായിട്ടാണ് നിൽക്കുന്നത്. ശത്രുക്കളുടെയൊക്കെ നാശം ഉണ്ടാകുക, രോഗശമനം തരിക, അങ്ങനെ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് കേതു. അപ്പോൾ പൊതുവെ
ഈ ഒരു മാസം ഈ മേടം രാശിക്കാർക്ക് വളരെ നല്ല ഒരു മാസമായിട്ടാണ് കാണുന്നത്. ഗുണഫലങ്ങളാണ് ഏറെ ഉള്ളത്. അപ്പോൾ ഇനി ഇടവൻ രാശി. കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരം പകുതി ഈ 3 നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് 12-ാം തീയതി വരെ സൂര്യൻ അത്ര അനുകൂലനല്ല. വരവൊക്കെ ഒന്ന് കുറയാം. അതിന് ധനക്ലേശത്തിനൊക്കെ ചെറിയ സാധ്യതയുണ്ട്. രോഗങ്ങളൊക്കെ ക്ലേശിപ്പിക്കാനും സാധ്യതയുണ്ട്. മനസമാധാന കുറവ് ഉണ്ടാകാം. ബന്ധുവിരഹങ്ങൾ ഉണ്ടാകാം. തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ മഹാദേവന് കൂവളമാല ചാർത്തുക, ധാര നടത്തുകയോ ഓം നമഃശിവായ ജപിക്കുകയോ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്കൊരു കുറവുണ്ടാവും. പക്ഷേ 13-ാം തീയതി മുതൽ സൂര്യൻ നേരെ വിപരീതനാകുകയാണ്. വളരെ അനുകൂലനായിട്ട് സഞ്ചരിക്കുന്നതാണ്. ധനലാഭം ഉണ്ടാകുക, ബന്ധു സമാഗമനം ഉണ്ടാകുക, അതുമൂലം നേട്ടം ഉണ്ടാകുക, ആരോഗ്യം അനുകൂലമായി വരിക, ഉദ്ദേശിക്കുന്ന അഥവാ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും ഏറെക്കുറെ സാധിച്ചു കിട്ടുന്നതാണ്. അധികാരികളുടെ ആനുകൂല്യം ഉണ്ടാകുക. പിന്നെ അങ്ങനെ വളരെ നല്ല ഒരു സമയമാണ്. ഈ നല്ല അനുഗ്രഹം തരുന്നതാണ് സൂര്യൻ 13-ാം തീയതി മുതൽ. എന്നാൽ കുജൻ അത്ര അനുകൂലനല്ലാതെയാണ് ഇവർക്ക്. ധനക്ലേശം, ബലക്ഷയം, മനസമാധാനക്കുറവ്, കാര്യങ്ങളിലൊക്കെ ഒരു ചെറിയ തടസ്സങ്ങളോ പരാജയമോ തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിക്ക് മാല, വിളക്ക് തുടങ്ങിയ വഴിപാടുകളോ പിന്നെ നമുക്ക് പറ്റുന്ന ഏതാണെന്ന് വെച്ചാൽ യഥാശക്തി വഴിപാട് ചെയ്യുക. ദോഷങ്ങൾ കുറയും. പിന്നെ സംഭാഷണം വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അത് കടുത്ത വാക്കുകൾ മൂലം പല ക്ലേശങ്ങൾക്കും നഷ്ടങ്ങൾക്കുമൊക്കെ സാധ്യത കാണുന്നു. പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നന്നായിട്ട് സംയമനം പാലിക്കേണ്ട ദിവസമാണ്. പിന്നെ ബുധൻ 11-ാം തീയതി വരെ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. കാര്യതടസ്സം, മനക്ലേശം, അപവാദമൊക്കെ കേൾക്കേണ്ടി വരുന്നതിനൊരു സാധ്യത തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. എന്നാൽ 11-ാം തീയതി മുതൽ ബുധൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. ശത്രുപരാജയം, പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുക, ധനനേട്ടം ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ ചില അപവാദങ്ങൾ കേൾക്കാനും ഒരു ഇടയാകുന്നതിന് സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വ്യാഴം അത്ര അനുകൂലനല്ല. തൊഴിൽ സ്ഥലത്ത് ചില ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു. പ്രത്യേകിച്ച് 12-ാം തീയതി വരെയുള്ള സമയം ശ്രദ്ധിക്കേണ്ടതാണ്. അധിക ചെലവ്, മനക്ലേശം, അപമാനം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. എന്നാൽ ചില നല്ല ഫലങ്ങൾ തരുന്നതിനും സാധ്യതയുണ്ട്. വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുന്നതാണ്. സന്താന ഭാഗ്യത്തിന് സാധ്യതയുണ്ട്. വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതാണ്. എങ്കിലും പൊതുവെ ജന്മരാശിയിലെ വ്യാഴം അത്ര ഉത്തമം എന്ന് പറയാൻ പറ്റില്ല. നല്ല ടെൻഷൻ തരുന്നതാണ്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഒരു നേരം ജപിച്ചാൽ മതി. കാലത്തോ വൈകിട്ടോ എപ്പോഴെങ്കിലും ഒരു നേരത്തെ. ഇനി അത് പറ്റുന്നില്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസം എങ്കിലും ജപിക്കുക. എന്നും പറ്റില്ല എങ്കിൽ വ്യാഴാഴ്ച അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണക്ഷേത്രത്തിലോ പോയിട്ട് ഒരു പുഷ്പാഞ്ജലി നടത്തുക. ദോഷങ്ങൾക്ക് വളരെ വ്യത്യാസം വരും. ഇനി ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് ഇവർക്ക്. വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. ധനലാഭം നന്നായിട്ടുണ്ടാകും. പ്രതാപം ഒരു ഗംഭീരമായിട്ടുള്ള ഇതായി വരും. കാര്യവിജയം എല്ലായിടത്തും ഒരു ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് തന്നെ വരും. ഉത്തമമായിട്ടുള്ള ആഹാരം, പ്രതാപം, സർവ്വവിധമായ സുഖപ്രാപ്തി, സ്ത്രീകൾ മൂലമൊക്കെ ഒരു സന്തോഷം ഉണ്ടാകുക, സ്ത്രീകൾ മൂലം തന്നെ നേട്ടങ്ങൾ, പല നേട്ടങ്ങൾക്കും സാധ്യത ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ഈ ശുക്രൻ. പിന്നെ ശനി 10-ാം ഭാവത്തിൽ കണ്ടക ശനിയായിട്ട് തന്നെ തുടരുന്നു. കർമ്മ സംബന്ധമായിട്ടുള്ള മനക്ലേശം, ജോലി സ്ഥലത്ത് ചില മാറ്റങ്ങളെ, തൊഴിൽ മാറുന്നതിനുള്ള ഒരു ഉത്തരവ് ലഭിക്കുകയോ അധികാരികളുടെ അസന്തുഷ്ടിക്കിടയാകുകയോ ഒക്കെ ചെയ്യുന്നതിന് സാധ്യതയുണ്ട്. രോഗങ്ങളൊക്കെ ക്ലേശിപ്പിക്കുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ദോഷ അനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ അയ്യപ്പ സ്വാമിക്കൊരു എള്ളുകിഴിയോ നീരാഞ്ജനമോ ഒക്കെ ചെയ്യുക. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഹനുമാൻ ചാലിസ എന്ന് ജപിക്കുന്നതും നല്ലതാണ്. പിന്നെ
ഈ ശനിയുടെ ഗായത്രി മന്ത്രമുണ്ട്, അത് ജപിക്കാവുന്ന വരിയിൽ അതും വളരെ നല്ലതാണ്. ഓം സൂര്യപുത്രായ വിദ്മഹേ ശനൈശ്ചരായ ധീമഹി തന്നോ മന്ദ പ്രചോദയാൽ. ഇതാണ് ശനി ഗായത്രി, ഇത് ജപിക്കുക നല്ലതാണ്. പിന്നെ രാഹു വളരെ അനുകൂലനായിട്ടാണ് നിൽക്കുന്നത്, വളരെയേറെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ കേതു അത്ര അനുകൂലമല്ല, അത് ടെൻഷൻ തരുന്നതിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സന്താനങ്ങൾ മൂലമായിട്ടുള്ള ടെൻഷനാണ് കൂടുതലും സാധ്യത. അപ്പോൾ ഗണപതിക്ക് ഒരു നാളികേര ഉടയ്ക്കലോ ഒരു ഗണപതി ഹോമം നടത്തുകയോ ഒരു നമ്മുടെ പിറന്നാൾ ദിവസം അങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷവും കുറഞ്ഞു കിട്ടും. ഓം ഗം ഗണപതേ നമ എന്ന ഗണപതി മന്ത്രം ഒരു 108 പ്രാവശ്യം ജപിക്കാവുന്ന 2 മിനിറ്റ് എടുക്കുകയുള്ളൂ. അങ്ങനെ ഒന്ന് ജപിക്കുന്നതും നല്ലതാണ്. എല്ലാ തടസ്സങ്ങളും മാറുകയും ചെയ്യും, കേതുവിൻ്റെ ദോഷങ്ങൾ ഉണ്ടാകുകയുമില്ല. പൊതുവെ ഇവർക്ക് ഈ മാസം ഗുണഫലങ്ങളാണ് ഏറി ഇരിക്കുന്നതായിട്ട് കാണുന്നത്. ഇനി മിഥുനക്കൂറ്, മകയിരം പകുതി, തിരുവാതിര, പുണർതം മുക്കാല്, ഈ 3 നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ശത്രുക്കളുമായി വഴക്ക്, പത്നി കോപം ഉണ്ടാകുക, ഉഷ്ണ സംബന്ധമായ ക്ലേശങ്ങളെ, വരവ് കുറയുക എന്നാൽ ചിലവ് കൂടുകയും ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ മഹാദേവന് ധാര, കൂളമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ നടത്തുക, ദോഷം കുറയും. പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. വീട്ടുകാരും ഭാര്യയും ഒക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, ദേഹത്തൊക്കെ ചില മുറിവുകളൊക്കെ ഉണ്ടാകുക, ദുഷ്ടജനങ്ങളുടെ ഉപദ്രവം മൂലം ടെൻഷൻ ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെയാണ് സാധ്യത കാണുന്നത്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാട് ചെയ്യുക, ദോഷം കുറയും. പിന്നെ ബുധനും അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. മനക്ലേശം, കാര്യതടസ്സം, അപവാദമൊക്കെ കേൾക്കേണ്ടി വരിക തുടങ്ങിയ ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു. വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുക, അല്ലെങ്കിൽ വിഷ്ണു അഷ്ടോത്തരശതം ജപിക്കുക, വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ സഹസ്രനാമ അർച്ചന ചെയ്യുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദോഷത്തിനൊരു കുറവുണ്ടാവും. പിന്നെ വ്യാഴം അതും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. 21-ാം തീയതി വരെ വ്യാഴം അനുകൂലനായിരുന്നു, ദോഷഭാവത്തിലാണെങ്കിലും വിപരീത വേദം മൂലം നന്നായിരുന്നു. എന്നാൽ അതിന് ജനുവരി 21 മുതൽ അതിൻ്റെ വിപരീത വേദം തീർന്നു. ഇപ്പം വ്യാഴൻ അനുകൂലനല്ലാതെയാണ്, 12-ാം ഭാവത്തിലാണ്, വളരെയേറെ ദോഷം ചെയ്യുന്നുണ്ട്. ധനക്ലേശം, അധികമായിട്ടുള്ള ചിലവ് വരിക, നല്ല കാര്യത്തിനായിരിക്കാം എങ്കിലും ചിലവ് കുറച്ച് കൂടുതലാകുന്നതിന് സാധ്യതയുണ്ട്. വീട് വിട്ടു പോകുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. ദൂരയാത്ര, യാത്രാക്ലേശം, ധനനഷ്ടം, സ്വർണ്ണാഭരണങ്ങളൊക്കെ നഷ്ടപ്പെടുന്നതിനോ അതിനും സാധ്യത കാണുന്നുണ്ട്. അത് മോഷണം പോകുന്നതിനോ ഒക്കെ സാധ്യത കാണുന്നു, ഒന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസങ്ങൾ യാത്ര ചെയ്യൽ, ധനം ഇടപാടുകൾ നടത്തൽ ഇതൊന്നും അത്ര അനുകൂലമല്ല. സന്താനങ്ങൾ മൂലം ക്ലേശത്തിന് സാധ്യത കാണുന്നു. അത് പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ വീടോ വാഹനമോ ഭൂമിയോ ഒക്കെ ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങുന്നതിനോ തീർത്ഥയാത്രയ്ക്ക് പോകുന്നതിനോ ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പം വീട്, വാഹനം ഇതിനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. വാഹനം അല്ലെങ്കിൽ ഭൂമി, അപ്പോൾ അതിനൊരു സാധ്യതയുണ്ട്, അതിനൊന്ന് ശ്രമിച്ചോളാം. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമ അർച്ചന ചെയ്യുക, ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുക. അപ്പോൾ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാവും. പിന്നെ ശുക്രനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. സ്ത്രീകളുമായിട്ട് കലഹം, മനക്ലേശം, ധനനഷ്ടം, ശരീരക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക, അപ്പം ഇതിനൊരു കുറവുണ്ടാകുന്നതാണ്. അതുപോലെ ശനിയും അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. അയ്യപ്പ സ്വാമിക്ക് എള്ളുകിഴി കത്തിക്കുക, ഹനുമാൻ സ്വാമിക്ക് ഹനുമാൻ ചാലിസ ജപിക്കുക, അല്ലെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല വഴിപാട് നടത്തുക. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യുക, നല്ലതാണ്. ഇവർക്ക് ഈ മാസം എല്ലാ ഗ്രഹങ്ങളും അനുകൂലരല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. വളരെ ചുരുക്കമാണ് ഇങ്ങനെ കാണുന്നത്. പക്ഷേ എല്ലാ ഗ്രഹങ്ങളും ഇത്രയും പറഞ്ഞതിൽ ഒരു ഗ്രഹവും അനുകൂലമായിട്ട് കാണുന്നില്ല ഈ ഫെബ്രുവരി മാസത്തിൽ.
വളരെ ദോഷപ്രദമായിട്ടുള്ള ഒരു മാസമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഓരോ ദിവസവും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. വിഷ്ണു സഹസ്രനാമം മുടങ്ങാതെ ജപിക്കുക. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുന്നതും വളരെ നല്ലതാണ്. അത് ഒരാഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ ഒക്കെ പിറന്നാൾ വരുന്ന ദിവസങ്ങളിലോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ചെയ്യുക. വളരെ ചുരുക്കമാണ് ഇങ്ങനെ എല്ലാ ഗ്രഹങ്ങളും ദോഷപ്രദരായിട്ട് വരുന്നത്. പക്ഷേ ഈ മാസം ഇവർക്ക് ഇങ്ങനെയാണ്. അപ്പോൾ വളരെ എല്ലാവരോടും ഡീൽ ചെയ്യുന്നതും പ്രത്യേകിച്ച് വീട്ടിലായാലും കുട്ടികളോടും ഒക്കെ സംസാരിക്കുന്നതും ഇടപെടുന്നതും ഒക്കെ വളരെ ശ്രദ്ധിക്കണം. ധന ഇടപാടുകൾ വളരെ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസങ്ങളിൽ. ഇനി കർക്കിടകക്കൂറ്. പുണർതം, കാലെ, പൂയം, ആയില്യം ഈ 3 നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് മാസം മുഴുവനും സൂര്യന് അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. വീട്ടുകാരും സ്നേഹിതരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, പത്നീകോപത്തിനും സാധ്യത കാണുന്നു. എന്നും ഓം നമഃശിവായ ജപിക്കുക 108 പ്രാവശ്യം വീതം. അത് കാലത്തും വൈകിട്ടും ജപിക്കുന്നത് നല്ലതാണ്. അതുപോലെ മഹാദേവന് ധാരയോ കൂവളമാലയോ ഒക്കെ ശിവക്ഷേത്രത്തിൽ ചെയ്യുക, അത് വഴിപാടുകൾ നടത്തുക നല്ലതാണത്. ഈ ദോഷത്തിനൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ്. പിന്നെ കർത്തവാവിൻ്റെ തലേ ദിവസം മഹാദേവന് കൂവളമാലയോ കൂവളത്തില കൊണ്ട് കൊടുത്തിട്ടൊരു അർച്ചന രസീത് കട്ട് ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഈ കൂവളത്തിൻ്റെ ഇല കൊണ്ട് നമ്മളുടെ പേരിൽ അർച്ചന നടത്തുന്നത് നല്ലതാണ് കർത്തവാവിൻ്റെ തലേ ദിവസം. അത് മാസ ശിവരാത്രി എന്നാണ് പറയുന്നത്. അന്ന് ഒരു കൂവളമാല അല്ലെ കൂവളത്തിൻ്റെ ഇല ഭഗവാന് കൊടുത്താൽ സർവ്വ ദോഷങ്ങളും തീരും, മുൻജന്മ ദോഷങ്ങൾ വരെ തീർന്നു കിട്ടും എന്നാണ് പറയുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കൃഷ്ണപക്ഷ ചതുർദശിയിൽ മഹാദേവന് ഒരു കൂവളമാല സമർപ്പിക്കാൻ നോക്കുക. അപ്പോൾ ഈ ദിവസം കൂവളത്തിലെ ഭഗവാന് കൊടുക്കുന്നത് ഒരു സർവ്വപാപവും തീർന്നു കിട്ടുന്നതാണ്. അതൊന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. സർവ്വക്ലേശങ്ങളും തീരും. പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ധനവ്യയം, നേത്ര സംബന്ധമായ ക്ലേശങ്ങളെ, മനക്ലേശം, ദൂരയാത്ര തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാട് ചെയ്യുക. അപ്പോൾ ദോഷങ്ങൾക്കൊരു കുറവുണ്ടാവും. പിന്നെ ബുധനും അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ബന്ധുമിത്രാദികളുമായിട്ട് വഴക്ക്, ശത്രുക്ലേശം തുടങ്ങിയ ക്ലേശത്തിനൊക്കെ ഒരു സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ട സമയമാണ്. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ദോഷം കുറയും, സംശയമില്ല. പിന്നെ വ്യാഴം 11ാം ഭാവത്തിലാണ് ഇവർക്കിപ്പം നിൽക്കുന്നതെങ്കിലും വ്യാഴത്തിന് വേദദോഷം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ദോഷപ്രദനായിട്ടാണ് ഫലം തരുന്നത്. വ്യാഴം 8ൽ നിന്നാൽ എന്ന പോലെയാണ് ഫലം തരികയുള്ളൂ. അത് അനുകൂലമല്ല. ഭാഗ്യക്കുറവ്, ധനക്ലേശം, സ്ഥാനഭ്രംശം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. ധനക്ലേശം ഉണ്ടാകുക. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ 8ലെ വ്യാഴത്തിൻ്റെ ആ ദോഷത്തിനൊരു കുറവുണ്ടാവും. വ്യാഴം 8ലല്ല സഞ്ചരിക്കുന്നതെങ്കിലും വേദദോഷം മൂലം 8 എന്ന പോലെയാണ് ഫലം തരിക. അപ്പോൾ പക്ഷേ 5, 7 ഭാവങ്ങളിലോട്ടൊക്കെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വീഴുന്നത് വളരെ നല്ലതാണ്. സന്താന ഭാഗ്യം ഉണ്ടാകുക, സന്താനങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാകുക, അതുപോലെ സന്താനങ്ങൾ മൂലം നമുക്ക് സന്തോഷം, മനസ്സമാധാനമൊക്കെ ഉണ്ടാകുക. അതുപോലെ വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുന്നതാണ്. ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ, ജോലി ലഭിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില നല്ല ഫലങ്ങളും ലഭിക്കുന്നതാണ് വ്യാഴത്തിൻ്റെ ഈ 7ലോട്ടും 5ലോട്ടുമുള്ള ദൃഷ്ടി മൂലം. എന്നിരുന്നാലും വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കേണ്ടത് അത്യാവശ്യമാണ്, വ്യാഴത്തിൻ്റെ ആ വേദദോഷം കാരണം. പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. വസ്ത്രധന ആദി ലാഭങ്ങളൊക്കെ ഉണ്ടാകുക, സർവാഭിഷ്ട ലാഭം ഉണ്ടാകുക, ആരോഗ്യമൊക്കെ നന്നായി വരിക, ഭാഗ്യം അനുകൂലമായി വരിക, സ്ത്രീകൾ മൂലമൊക്കെ പല നേട്ടങ്ങളോ സന്തോഷങ്ങളോ ഒക്കെ ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. എന്നാൽ ശനി അഷ്ടമശനിയായിട്ടാണ് തുടരുന്നത്. അതത്ര അനുകൂലമല്ല, നല്ല ക്ലേശപ്രദമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് എള്ളുകിഴി കത്തിക്കുക, ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുക, ഹനുമാൻ ചാലിസ ജപിക്കുക,
ശനി ഗായത്രി 108 പ്രാവശ്യം ജപിക്കുക. ഇതൊക്കെ എന്നും ജപിക്കാവുന്ന വരിയിൽ ദോഷങ്ങൾക്ക് വളരെയേറെ കുറവുണ്ടാവും. രാഹു അനുകൂലനല്ല, ശിവപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ സർപ്പപൂജ ചെയ്യുക, അത് ഈ രാഹുവിൻ്റെ ദോഷത്തിനൊന്നും കുറവുണ്ടാക്കും. എന്നാൽ കേതു വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഈ മാസം ഇവർക്കും അത്ര അനുകൂലമല്ലാത്തതാണ്. ശുക്രനും കേതുവും മാത്രമേ ഇവർക്ക് അനുകൂലമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ക്ലേശപ്രദമായിട്ടുള്ളതാണ്, ദോഷം ഏറിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇനി ചിങ്ങക്കൂറ്, മകം, പൂരം, ഉത്രം, കാല്, ഈ 3 നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് സൂര്യൻ 12-ാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. സ്വാസ്ഥ്യം, സന്തോഷം, കാര്യലാഭം, നല്ല ആഹാര വസ്ത്രങ്ങളൊക്കെ ലഭിക്കുക, ധനലാഭം ഉണ്ടാകുക, ശത്രുനാശം ഉണ്ടാകുക, ലോക ബഹുമാനം ഉണ്ടാകുക, രോഗശമനം ഉണ്ടാകുക, പൊതുവെ മനസ്സമാധാനം, മനസ്സന്തോഷം ഉണ്ടാകുക, നിത്യത്തൊഴിലിലൊക്കെ ഒരു ഉയർച്ച, ഒരു നേട്ടം, ഇങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. പക്ഷേ 13-ാം തീയതി മുതൽ അങ്ങോട്ട് അത്ര അനുകൂലനല്ലാതെയായിട്ട് തീരുകയാണ്. അപ്പോൾ വീട്ടുകാരും സ്നേഹിതരും ഒക്കെ ആയിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ സാധ്യതയുണ്ട്. ഉദര സംബന്ധമായ ക്ലേശങ്ങളെ, ഭാര്യാപുത്രാദികൾക്കൊക്കെ രോഗക്ലേശങ്ങളെ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ മഹാദേവന് കൂവളമാല ചാർത്തുകയോ ധാര നടത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷത്തിനൊരു കുറവുണ്ടാകും. ഓം നമഃശിവായ എന്നും കാലത്തും വൈകിട്ടും ജപിക്കുക. പല ദോഷങ്ങളും അതുമൂലം ഇല്ലാതെയാകുന്നതാണ്. പിന്നെ കുജൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. സർവകാര്യ വിജയം ഉണ്ടാകുക, സന്തോഷം ഉണ്ടാകുക, ആരോഗ്യം നന്നായി വരിക, ഭൂമി ലാഭത്തിനൊക്കെ ഒരു തുടക്കം കുറിക്കുന്നതിന് സാധ്യതയുണ്ട്. ധനധാന്യ വസ്ത്രാദി ലാഭങ്ങളൊക്കെ ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഈ കുജൻ. പിന്നെ ബുധൻ ദോഷപ്രദനല്ല. നല്ല അന്നവസ്ത്രാദി നേട്ടം, സർവകാര്യ വിജയം, ഗ്രന്ഥപാരായണത്തിനൊക്കെ മറ്റ് താല്പര്യം ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ വ്യാഴം 10-ാം ഭാവത്തിൽ അത്ര അനുകൂലനല്ല. സ്ഥാനഭ്രംശ ഭയം ഉണ്ടാകുക, സന്താനങ്ങൾ മൂലം ഒരു മനക്ലേശം ഉണ്ടാകുക, ധനക്ലേശം ഉണ്ടാകുക, പൊതുവേ ഒരു ആലസ്യ സ്വഭാവം ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, സഹസ്രനാമ അർച്ചന വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യുക. അപ്പോൾ ദോഷങ്ങൾ കുറയും. എന്നാൽ ചില നല്ല ഫലങ്ങൾ തരുന്നതിനും ഒരു സാധ്യതയുണ്ട്. വീട്, ഭൂമി, വാഹനം ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങുന്നതിനൊക്കെ ഒരു തുടക്കം കുറിക്കുന്നതാണ്. വാങ്ങൽ തന്നെ സാധിക്കുന്നതിനും ഒരു സാധ്യതയുണ്ട്. അതുപോലെ മാതാവ് മൂലം ചില നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. പിന്നെ ശുക്രൻ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. ധനലാഭം, ദുഃഖ ശാന്തി ഉണ്ടാകുക, സുഖപ്രാപ്തി ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. ശുക്രൻ അനുകൂലനാണത്. പിന്നെ ശനി കണ്ടകശനിയായി നിൽക്കുകയാണ്. മനക്ലേശം, ധനക്ലേശം, ജീവിത പങ്കാളി മൂലം ക്ലേശങ്ങളെ, ദൂരയാത്ര, മനക്ലേശം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് ഒരു എള്ളുകിഴി വഴിപാട് നടത്തുന്നത് നല്ലതാണ്. ഹനുമാൻ സ്വാമിക്ക് ഒരു വെറ്റിലമാല ചാർത്തലോ ഒക്കെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. ദോഷങ്ങൾക്കൊക്കെ കുറവുണ്ടാവും. അതുപോലെ ഹനുമാൻ ചാലിസ ജപിക്കുക, ഈ ശനിയുടെ ഗായത്രി മന്ത്രം ജപിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. പിന്നെ രാഹു കേതുക്കൾ അത്ര അനുകൂലരല്ലാതെയാണ് സഞ്ചരിക്കുക. അപ്പോൾ രാഹുദോഷം കുറയാൻ, രാഹുവിൻ്റെ ശല്യം കുറയാനായിട്ട് ശിവക്ഷേത്രത്തിൽ ഒരു അർച്ചനയോ വല്ലതും പൂജയോ വല്ലതും ചെയ്താൽ മതി. പുഷ്പാഞ്ജലി ചെയ്യുക, കൂളമാല ചാർത്തുക. ശിവപ്രീതി വരുത്തി കഴിഞ്ഞാൽ അത് രാഹുവിൻ്റെ ദോഷത്തിനൊരു കുറവുണ്ടാകും. അതുപോലെ ആയില്യ നാളിൻ്റെ അന്ന് അടുത്തുള്ള ക്ഷേത്രത്തിൽ നാഗരാജ പ്രതിഷ്ഠ, ഉപദേവ പ്രതിഷ്ഠ ഉള്ള ക്ഷേത്രത്തിൽ ആയില്യത്തിന് 100 പാലും വഴിപാട്, മഞ്ഞൾ അഭിഷേകം, പാലഭിഷേകം ഇതൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് പങ്കുചേരാവുന്നതാണ്. മഞ്ഞൾ അഭിഷേകമോ പാലഭിഷേകമോ 100 പാലോ ഏതെങ്കിലും ഒന്ന് ആയില്യത്തിൻ്റെ അന്ന് ചെയ്യുന്നത് നല്ലതാണ്. രാഹുവിൻ്റെ ദോഷമൊന്നും ബാധിക്കില്ല. അതുപോലെ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കേതുവിൻ്റെ ദോഷവും ബാധിക്കില്ല. ഗണപതി ഭഗവാൻ ഒരു നാളികേരം ഉടച്ചാൽ തന്നെ മതി. അല്ലെ, ഒരു ഗണപതി ഹോമം ചെയ്യുക അടുത്തുള്ള അമ്പലത്തിൽ. ഓം ഗം ഗണപതയെ നമ എന്ന ഗണപതി മന്ത്രം എന്നും 108 പ്രാവശ്യം ജപിക്കുക.
അതൊക്കെ തന്നെ വളരെ നല്ലതാണ്. ഗണപതിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ കേതു ഒന്നും ശല്യം ചെയ്യില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലതുണ്ടാകട്ടെ, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഈ മാസം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത്. ഇനി കന്നിക്കൂറ്. ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര പകുതി ഈ 3 നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് 12-ാം തീയതി വരെ സൂര്യൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. സ്നേഹിതന്മാർ മൂലമോ സന്താനങ്ങൾ മൂലമോ ഒക്കെ ആയിട്ട് ചില ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു. ധനക്ലേശം ഉണ്ടാകാം, രോഗക്ലേശം ഉണ്ടാകാം. എന്നും ഓം നമഃശിവായ ജപിക്കുക. മഹാദേവന് ധാരയോ ഗോളമാലയോ ഒക്കെ വഴിപാട് ചെയ്യുക. അത് നടത്തുന്നത് നല്ലതാണ്, ദോഷം കുറയും. പിന്നെ 12-ാം തീയതി വരെ ഞായറാഴ്ച കഴിവതും യാത്രകൾ മാറ്റിവെക്കുന്നത് നല്ലതാണ്. എന്നാൽ 13-ാം തീയതി മുതൽ അങ്ങോട്ട് സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ്. സന്തോഷം ഉണ്ടാകുക, കാര്യലാഭം ഉണ്ടാകുക, രോഗശമനം ഉണ്ടാകുക, ശത്രുനാശം ഉണ്ടാകുക, ധന നേട്ടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. പൊതുവെ മനസ്സന്തോഷം ഉണ്ടാകുന്ന തുടങ്ങി വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഈ സൂര്യൻ 13-ാം തീയതി മുതലങ്ങോട്ടെ. പിന്നെ കുജൻ 10-ാം ഭാവത്തിലാണെങ്കിലും വക്രഗതിയിലാണ് 10-ലോട്ട് പോയിരിക്കുന്നത്. 11-ാം ഭാവത്തിൽ നിന്നും 10-ലോട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ വക്രഗതിയിൽ പോയാൽ ആ പൂർവ്വരാശി ഫലമാണ് തരിക. എന്ന് വെച്ചാൽ 11-ലെ ഫലം തരുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെ നല്ലത് തന്നെയാണ്. വസ്ത്ര അതിലാഭം ഉണ്ടാകുക, സന്തോഷം ഉണ്ടാകുക, ധനലാഭം ഉണ്ടാകുക, ഭൂമി ലാഭം ഉണ്ടാകുക തുടങ്ങി വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ബുധൻ 11-ാം തീയതി വരെ അത്ര അനുകൂലനല്ല. രോഗക്ലേശം, ഭാര്യാപുത്രാദികൾ മൂലം ക്ലേശങ്ങളെ, ടെൻഷൻ ഉണ്ടാകുക തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. ദോഷാനുഭവങ്ങൾ തരുന്നതിന് സാധ്യത കാണുന്നു. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിലെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ഒരു സഹസ്രനാമ അർച്ചന, ഒരു പുഷ്പാഞ്ജലി എന്തെങ്കിലും ഒരു ഇത് ചെയ്യുക, ഒരു നെയ്വിളക്ക് കത്തിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യുമോ ദോഷങ്ങൾ കുറയും. എന്നാൽ 11-ാം തീയതി മുതൽ അങ്ങോട്ട് ബുധൻ വളരെയേറെ അനുകൂലനായിട്ട് മാറുന്നതാണ്. വളരെ നല്ലതാണ്. അന്നവസ്ത്രാദികളുടെ നേട്ടം ഉണ്ടാകുക, ധനലാഭം ഉണ്ടാകുക, എല്ലായിടത്തും ഒരു വിജയം, അനുകൂല ഭാവം ലഭിക്കുന്നതാണ്. പിന്നെ വ്യാഴം വളരെ അനുകൂല ഭാവത്തിലാണെങ്കിലും ഇപ്പോൾ 10-ൽ കുജൻ നിൽക്കയാൽ വേദദോഷം ഭവിക്കുന്നു. അത് കാരണം അത്ര അനുകൂലനല്ലാതെയാണ് ഫലങ്ങൾ തരുന്നത്. സന്താനങ്ങൾ കാരണം മനക്ലേശം ഉണ്ടാകുക, സ്ഥാനഭ്രംശ ഭയമുണ്ടാകുക, ആലസ്യം ഉണ്ടാകുക, ചില അപവാദങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില ക്ലേശ അനുഭവങ്ങൾ, ദോഷാനുഭവങ്ങൾക്കൊക്കെയാണ് സാധ്യത കാണുന്നത്. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ സഹസ്രനാമം അർച്ചന ചെയ്യുകയോ ഒക്കെ ചെയ്യുക. വിഷ്ണു ക്ഷേത്രത്തിൽ ദോഷം കുറയും. പിന്നെ ശുക്രൻ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. സ്ത്രീകൾ മൂലം മനക്ലേശം, ദുഃഖം, ക്ലേശിച്ച് നിത്യവൃത്തി കഴിച്ചുകൂട്ടുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. അപ്പോൾ ദേവി പ്രീതി വരുത്തുക. പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെ ഒരു അർച്ചന ചെയ്യുകയോ മഹാലക്ഷ്മി സ്തവമൊക്കെ ജപിക്കുകയോ ലക്ഷ്മി ദേവിയുടെ അഷ്ടോത്തര ശതനാമം ജപിക്കുകയോ ഒക്കെ ചെയ്യുക. ലളിത സഹസ്രനാമം ജപിക്കുക. അതെന്നും പറ്റില്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം മാത്രമായിട്ടെങ്കിലും ചെയ്യുക. വളരെയേറെ നല്ല അനുഭവങ്ങൾ തരുന്നതാണത്. എല്ലാ ദോഷങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതാണത്. എന്നും ലളിത സഹസ്രനാമം ജപിച്ചാൽ വളരെയേറെ നല്ലത്. അപ്പം എന്തായാലും ഏതെങ്കിലും ഒരു നാമജപം അത്യാവശ്യമാണ്. പിന്നെ ശനി അനുകൂലൻ ഭാവത്തിൽ ആണെങ്കിലും വേദം ഭവിക്കിയാൽ ദോഷപ്രദനായിട്ടാണ്. പലയിടത്തും പല തടസ്സങ്ങൾ, ദുഃഖങ്ങൾ, അതുപോലെ ധനനഷ്ടം ഉണ്ടാകുക, ധനഹാനി ഉണ്ടാകുക, പിതാവ് മൂലമോ പിതൃബന്ധുക്കൾ മൂലമോ ഒക്കെ ക്ലേശങ്ങൾ ഉണ്ടാകുക. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് ഒരു എള്ളുകിഴി കത്തിക്കുക, നീരാഞ്ജനം വഴിപാട് ചെയ്യുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദോഷത്തിനൊരു കുറവുണ്ടാകും. പിന്നെ രാഹു കേതു വളരെ ദോഷപ്രദന്മാരായിട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ശിവപ്രീതി വരുത്തുക. ശിവ ക്ഷേത്രത്തിലെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ധാരയോ ഗോളമാലയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്.
അപ്പോൾ ഈ രാഹുവിൻ്റെ ദോഷം ഉണ്ടാകില്ല. അതുപോലെ കേതുവും ജന്മരാശിയിലാണ്, നല്ലതല്ല. അപ്പോൾ ഗണപതി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഗുണദോഷ സമ്മിശ്രമായിട്ട് അപ്പം പോകും ഈ മാസത്തെ ഇവരുടെ ഫലങ്ങൾ. ഇനി തുലാം രാശി. ചിത്തിര, പകുതി, ചോതി, വിശാഖം, മുക്കാല് ഈ 3 നക്ഷത്രങ്ങളാണ് തുലാരാശിയിലുള്ളത്. ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. മനക്ലേശം തരുന്നതിന് സാധ്യതയുണ്ട്. വീട്ടിലൊരു ചെറിയ ഗ്രഹകലഹത്തിനൊക്കെ ഒരു സാധ്യതയുണ്ട്. രോഗക്ലേശം ഉണ്ടാകാം, യാത്രാക്ലേശം ഉണ്ടാകാം, സ്ത്രീകൾ മൂലമായിട്ട് ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ ആരോഗ്യഹാനി, സ്നേഹിതർ മൂലവും ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ മഹാദേവന് ധാരയോ ഗോളമാലയോ ഒക്കെ വഴിപാട് നടത്തുക. അതുപോലെ ഓം നമഃശിവായ ജപിക്കുക കാലത്തും വൈകിട്ടും 108 പ്രാവശ്യം വീതം. അപ്പോൾ ഈ ദോഷത്തിനൊരു കുറവുണ്ടാകും. പിന്നെ കുജൻ അത്ര അനുകൂലനല്ല. കാര്യപരാജയം, ദൂരയാത്ര, നീതി കാര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങളെ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ചൊവ്വാഴ്ച ദിവസം അത്ര നന്നല്ല. ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കേസോ വഴക്കുകളോ വല്ലതും ഉണ്ടെങ്കിൽ ചൊവ്വാഴ്ച ദിവസം പോകാതിരിക്കാൻ നോക്കുക, മാറ്റിവെക്കുക. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഒരു യഥാശക്തി വഴിപാട് ചെയ്യുക. അപ്പോൾ ദോഷങ്ങൾക്കൊരു കുറവുണ്ടാവും. പിന്നെ ബുധൻ 11-ാം തീയതി വരെ വളരെ അനുകൂലനാണ്. ധനലാഭം, കുടുംബസുഖം, മാതാവ് മൂലമൊക്കെ ഒരു സന്തോഷമോ ചില നേട്ടങ്ങളോ ഒക്കെ ഉണ്ടാകുക. മാതാവിന് പല സന്തോഷം ഉണ്ടാകുക, നേട്ടം ഉണ്ടാകുക, അങ്ങനെ ഉണ്ട്. മനസമാധാനം ലഭിക്കുക. ജോലി സ്ഥലത്ത് ചില നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ 11-ാം തീയതി മുതൽ അങ്ങോട്ട് ബുധൻ നേരെ വിപരീതനാകുന്നതാണ്. അനുകൂലനല്ലാതെയായി തീരുകയാണ്. ഭാര്യാപുത്രാദികൾ നിമിത്തമായിട്ട് മനക്ലേശം ഉണ്ടാകാം, വഴക്ക്, രോഗക്ലേശം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ദോഷം കുറഞ്ഞു കിട്ടും. പിന്നെ വ്യാഴം ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുന്നത്. സ്ഥാനഭ്രംശം, ദുഃഖം, രോഗം, സർക്കാർ മൂലമായിട്ടൊക്കെ അതല്ലെങ്കിൽ അധികാരികൾ മൂലമായിട്ടൊക്കെ ചില ക്ലേശങ്ങൾക്ക് സാധ്യത. ഈശ്വരാനുകൂല്യമൊക്കെ കുറയുന്ന ഒരു അവസ്ഥയാണിപ്പോഴേ. അതുപോലെ ധനക്ലേശം നന്നായിട്ടുണ്ടാകാം. തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. മാതാവിന് വേണ്ടിയൊക്കെ അധികമായിട്ടുള്ള ധനച്ചെലവിനും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ദോഷം കുറഞ്ഞു കിട്ടും. എന്നാൽ ചില നല്ല ഫലങ്ങളും തരുന്നതാണ്. വീട്, ഭൂമിയോ വാഹനമോ ഇതൊക്കെ ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങുന്നതിന് ഒരു തുടക്കം കുറിക്കുന്നതിനും സാധ്യതയുണ്ട്. അതുപോലെ കുടുംബസ്വത്ത് കൈവശം വന്നു ചേരുന്നതിനോ ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. മകം, പൂരം ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ വളരെയേറെ അനുകൂലമായിട്ടാണ് വ്യാഴം അനുഗ്രഹിക്കുന്നത്. നല്ല ദിവസങ്ങളാണ്. മകം നാളിൻ്റെ അന്നും പൂരം നാളിൻ്റെ അന്നും 2 ദിവസം. പിന്നെ ശുക്രന് അനുകൂലനല്ല. ശത്രുക്ലേശം, കടം വാങ്ങേണ്ടി വരിക, ബന്ധുക്കളുമായിട്ട് തർക്കം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ദേവി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് മഹാലക്ഷ്മി പ്രീതി വരുത്തുക. മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ അടുത്തുണ്ടെങ്കിൽ ഒരു അർച്ചന ചെയ്യുക, നെയ്വിളക്ക് എത്തിക്കുക. അതല്ല വെച്ചാൽ വീട്ടിലിരുന്നിട്ട് ലക്ഷ്മി സ്തവം ജപിക്കുക, മഹാലക്ഷ്മി അഷ്ടോത്തര ശതം ജപിക്കുക, ലളിത സഹസ്രനാമം ജപിക്കുക. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിനൊരു കുറവുണ്ടാകുന്നതാണ്. പിന്നെ ശനി അത്ര അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക. മനക്ലേശം, പ്രത്യേകിച്ച് സന്താനങ്ങൾ നിമിത്തമായിട്ട്, അതായത് 5-ാം ഭാവത്തിലാണേ. അപ്പോൾ ധനക്ലേശത്തിനും സാധ്യതയുണ്ട്, നല്ല മനക്ലേശത്തിന് സാധ്യതയുണ്ട്. അത് കൂടുതലായിട്ടും സന്താനങ്ങൾ കാരണമായിട്ടാകാം ഈ മനക്ലേശം ഉണ്ടാകുക. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് ഒരു നീരാഞ്ജനമോ എള്ളുകിഴിയോ വഴിപാട് കഴിക്കുക. ഹനുമാൻ സ്വാമിക്ക് ഒരു വെറ്റിലമാല ചാർത്തൽ, അല്ലെങ്കിൽ ഹനുമാൻ ചാലീസ ജപിക്കുക. ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്തോ നല്ലതാണ്, ദോഷങ്ങൾ കുറയും. പിന്നെ രാഹു വളരെ അനുകൂലനാണ്, നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പക്ഷെ കേതു ദോഷപ്രദനാണ്, വളരെയേറെ ദോഷപ്രദനായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഗണപതി പ്രീതി വരുത്തുക. ഗണപതിക്കൊരു നാളികേരം ഉടയ്ക്കല്, അല്ലെങ്കിൽ പിറന്നാൾ തോറും അടുത്തുള്ള ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമം നടത്തുക.
പിന്നെ ഓം ഗം ഗണപതയെ നമ എന്ന ഗണപതിയുടെ മൂലമന്ത്രം എന്നും കാലത്തും വൈകിട്ടും ജപിച്ചോ ഈ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന സമയത്ത് വളരെയേറെ നല്ലതാണ്. അപ്പോൾ ഈ കേതുവിൻ്റെ ദോഷവും കുറവുണ്ടാകും. സർപ്പപൂജ ചെയ്യുമ്പോഴും അടുത്തുള്ള ക്ഷേത്രത്തിൽ ആയില്യ പൂജ നടക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നവരിലും നല്ലതാണ്. ഈ കേതു ദോഷമൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. വൃശ്ചികക്കുറ, വിശാഖം, കാല, അനിഴം, തൃക്കേട്ട ഈ 3 നക്ഷത്രങ്ങളാണ് വൃശ്ചിക രാശിയിലുള്ളത്. ഇവർക്ക് 12-ാം തീയതി വരെ സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. രോഗമുക്തി, മനസുഖം, ശത്രുപരാജയം, മിത്രങ്ങൾ മൂലമൊക്കെ ആയിട്ട് നല്ല നേട്ടങ്ങൾ ഉണ്ടാകുക, സന്തോഷം ഉണ്ടാകുക, ധനലാഭം ഉണ്ടാകുക, ലോക ബഹുമാനം നേടുക, സ്ഥാനമാനാദി ലാഭങ്ങളുണ്ടാകുക, സഹോദര സ്ഥാനീയരായിട്ടുള്ളവർ മൂലം പല നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്, സന്തോഷത്തിന് സാധ്യതയുണ്ട് തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പക്ഷേ 13-ാം തീയതി മുതൽ അത്ര അനുകൂലനല്ലാതെയായിട്ട് തീരുകയാണ് ഈ സൂര്യൻ. ഗ്രഹകലഹം ഉണ്ടാകുക, സ്ത്രീകൾ മൂലം ക്ലേശങ്ങൾ ഉണ്ടാകുക, രോഗം ഉണ്ടാകുക, യാത്രാക്ലേശം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ എന്നും ഓം നമഃശിവായ ജപിക്കുക, മഹാദേവന് ധാര, കുവളമാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക, ദോഷത്തിനൊക്കെ ഒരു കുറവുണ്ടാവും. പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക, സ്ഥാനഭ്രംശം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ദൂരയാത്രയ്ക്കൊക്കെ ഒരു ഇടയുണ്ടാകുക, മാനഹാനി, ധനക്ലേശം പിന്നെ തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ നല്ല സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാട് നടത്തുക. ഒരു പുഷ്പാഞ്ജലിയോ ഒരു നെയ്വിളക്കോ എന്തെങ്കിലും ഒന്ന് ചെയ്തോളൂ, ദോഷം കുറഞ്ഞു കിട്ടും. പിന്നെ ബുധൻ 11-ാം തീയതി വരെ അത്ര അനുകൂലനല്ല. ബന്ധുക്കളുമായിട്ടൊക്കെ വഴക്ക്, ശത്രുക്ലേശം തുടങ്ങിയ ക്ലേശാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ദോഷം കുറഞ്ഞു കിട്ടും. എന്നാൽ 11-ാം തീയതി മുതൽ ബുധൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. ധനലാഭം ഉണ്ടാകുക, മാതാവ് മൂലമൊക്കെ ആയിട്ട് സന്തോഷം ഉണ്ടാകുക, പല നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. കുടുംബ സുഖം ലഭിക്കുക, ധനനേട്ടം ഉണ്ടാകുക, മനസമാധാനം കിട്ടുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. പിന്നെ വ്യാഴം വളരെ അനുകൂല ഭാവത്തിലാണ് എങ്കിലും 12-ാം തീയതി വരെ വേദദോഷം ഭവിക്കുന്നു വ്യാഴത്തിന്. അപ്പോൾ ദോഷപ്രദനാണ്, തടസ്സങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. തൊഴിൽ സംബന്ധമായ ക്ലേശം, പിതൃക്ലേശം, ബന്ധുക്കളുമായിട്ടൊക്കെ വഴക്ക് തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഈ സമയത്ത് വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. വളരെ ദോഷപ്രദമായിട്ടാണ് ഈ വ്യാഴം 12-ാം തീയതി വരെ സഞ്ചരിക്കുക. എന്നാൽ 13-ാം തീയതി മുതൽ വ്യാഴത്തിൻ്റെ ആ വേദദോഷം മാറിക്കിട്ടുന്നു. 7-ാം ഭാവത്തിൽ വളരെ അനുകൂലനായിട്ട് സഞ്ചരിക്കുകയാണ്. സർവകാര്യ വിജയം ഉണ്ടാകുകയാണ്. ആരോഗ്യം അനുകൂലമായി വരിക, സർക്കാർ ആനുകൂല്യം ഉണ്ടാകുക, മനസ്സമാധാനം ഉണ്ടാകുക, വിവാഹാദി കാര്യങ്ങളിൽ മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കുചേരുക, വിവാഹം മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുക, സന്താനങ്ങൾ മൂലമായിട്ടൊക്കെ സന്തോഷം ഉണ്ടാകുക, ധനനേട്ടം ഉണ്ടാകുക, സർവ്വവിധമായ സുഖപ്രാപ്തി ലഭിക്കുക, സർക്കാർ ജോലി ലഭിക്കുന്നതിന് ഒരു തുടക്കം കുറിക്കുന്നതിന് സാധ്യതയുണ്ട് തുടങ്ങി വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഈ വ്യാഴം. 13-ാം തീയതി മുതൽ 12-ാം തീയതി വരെ അത്ര അനുകൂലനല്ല. പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. തൊഴിലിലും ഉയർച്ച ഉണ്ടാകുക, സന്താന ഭാഗ്യം ഉണ്ടാകുക, ധനധാന്യാദി ലാഭം ഉണ്ടാകുക, കുടുംബസുഖം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തന്നെ തരുന്നതാണ് ശുക്രൻ. എന്നാൽ ശനി കണ്ടക ശനിയായിട്ട് തന്നെ തുടരുന്നു, അനുകൂലമല്ല. അതിന് വളരെ ദോഷത്തിന് സാധ്യതയുള്ളതാണ്. പ്രത്യേകിച്ച് ഹെൽത്ത് സംബന്ധമായിട്ട്, വാഹന സംബന്ധമായിട്ടൊക്കെയുള്ള ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. മനസമാധാനം കുറയുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനമോ എള്ളുകിഴിയോ ഒക്കെ വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. ഹനുമാൻ ചാലീസ ജപിക്കുന്നതും നല്ലതാണ്. ഓം സൂര്യപുത്രായ വിദ്മഹേ ശനൈശ്ചരായ ധീമഹി തന്നോ മന്ദ പ്രചോദയാത്. ഇത് ശനി ഗായത്രിയാണ്. ഇതെന്ന് ഒരു 108 പ്രാവശ്യം ജപിക്കാവുന്ന രീതിയിൽ വളരെ ശക്തിയുള്ളതാണ്. നന്നായിട്ട് വരും. ശനിയുടെ ഒരു ദോഷവും
ബാധിക്കില്ല. കണ്ടക ശനിയാണ്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്നാൽ ശനിയാഴ്ച ദിവസം വല്ല പാവങ്ങൾക്ക് ഒന്നോ രണ്ടോ പേർക്ക് ഒരാൾക്കെങ്കിലും വല്ല ഒരു ആഹാരം വാങ്ങിച്ചു കൊടുക്കാവുന്ന രീതിയിൽ അത് നല്ലതാണ്. പിന്നെ രാഹു കേതുക്കളിലെ രാഹു അത്ര അനുകൂലമല്ല, നല്ല ടെൻഷൻ തരുന്നുണ്ട്. പക്ഷേ കേതു ദോഷപ്രദനല്ല, വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. ഇനി ധനുക്കൂറ്. മൂലം, പൂരാടം, ഉത്രാടം, കാല ഈ 3 നക്ഷത്രങ്ങളാണ് ഈ രാശിയിലുള്ളത്. ഇവർക്ക് 12-ാം തീയതി വരെ സൂര്യൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്, കൃഷി പിഴയ്ക്കൊക്കെ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കൃഷി മൂലം നഷ്ടം ഉണ്ടാകുക, വ്യാപാരം മൂലം നഷ്ടം ഉണ്ടാകുക, മനക്ലേശം ഉണ്ടാകുക, നേത്ര സംബന്ധമായ രോഗം ഉണ്ടാകുക തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. അപ്പോൾ എന്നും ഓം നമഃശിവായ ജപിക്കുകയോ മഹാദേവന് ധാരയോ കൂവളമാലയോ ഒക്കെ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുക നടത്തുക. അപ്പോൾ അത് ദോഷത്തിനൊരു കുറവുണ്ടാവും. എന്നാൽ 13-ാം തീയതി മുതൽ അങ്ങോട്ട് സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. രോഗമുക്തി ഉണ്ടാകും, മനസുഖം ഉണ്ടാകുക, മിത്രങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകുക, നേട്ടം ഉണ്ടാകുക, ശത്രുപരാജയം ഉണ്ടാകുക, ധനലാഭം ഉണ്ടാകുക, ലോക ബഹുമാനം ഉണ്ടാകുക, അപ്പം നല്ല സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക തുടങ്ങിയ സഹോദര സ്ഥാനീയർ മൂലം പല നേട്ടങ്ങൾ ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. കുജൻ പക്ഷേ അനുകൂലൻ അല്ല. വീട്ടുകാരുമായിട്ടൊക്കെ ചില പിണക്കത്തിനൊക്കെ സാധ്യതയുണ്ട്. നേത്ര രോഗം, ഉദരരോഗം തുടങ്ങിയ ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാട് ചെയ്യുക, ദോഷം കുറയും. ഇനി 11-ാം തീയതി വരെ ബുധൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. സന്തോഷം, ആഭരണാദി ലാഭം, ധനലാഭം, സജ്ജനങ്ങളുമായിട്ടൊക്കെയുള്ള ചില കൂട്ടുകെട്ട് തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. വ്യാഴം ദോഷപ്രദനാണ്. ഭാര്യാപുത്രാദികളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, വീട്ടിൽ ഒരു മ്ലാനത അനുഭവപ്പെടുക, ശത്രുക്ലേശം ഉണ്ടാകുക, ധനനഷ്ടം ഉണ്ടാകുക, ധനമോ സ്വർണമോ ഒക്കെ നഷ്ടമാകുന്നതിനോ മോഷണം പോകുന്നതിന് പോലും സാധ്യത ഉണ്ട്. ഒന്ന് ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഈ ദോഷങ്ങളൊക്കെ മാറി വരും. വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ എവിടെയെങ്കിലും ഒരു സഹസ്രനാമം അർച്ചന ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ശത്രുസംഹാര പുഷ്പാഞ്ജലി ചെയ്യുന്നതും നല്ലതാണ്. ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാവും. പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. ധനലാഭം, സ്നേഹിത ലാഭം, എല്ലാവിധമായ സുഖപ്രാപ്തി, കുടുംബ സുഖം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ ഒക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ശനി വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. സർവകാര്യ വിജയം, ധനലാഭം, പദപ്രാപ്തി, ഉന്നത പദവികളൊക്കെ ലഭിക്കുക, ആരോഗ്യം നന്നായി വരിക, സുഖം ലഭിക്കുക, ഉദ്യോഗങ്ങളൊക്കെ ലഭിക്കുന്നതിന് അതിന് ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെ ഒരു നല്ല സാധ്യതയുണ്ട് തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഈ ശനി. പിന്നെ രാഹു കേതുക്കൾ അനുകൂലരല്ല, രണ്ടുപേരും അത്ര അനുകൂലരല്ലാതെയാണ്. അപ്പോൾ മഹാദേവന് ധാര ഗോളമാലയൊക്കെ വഴിപാട് ചെയ്യുക. അതുപോലെ തന്നെ ആയില്യത്തിനടുത്തുള്ള ക്ഷേത്രത്തിൽ സർപ്പപൂജ ചെയ്യുക, മഞ്ഞൾ അഭിഷേകം ചെയ്യുക. ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുന്നത് നല്ലതാണ്. ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. ഇനി മകരക്കൂറ്. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം പകുതി ഈ 3 നക്ഷത്രങ്ങളാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് മാസം മുഴുവനും സൂര്യൻ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക. ഉദരക്ലേശം, ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം, മനക്ലേശം, വ്യാപാര നഷ്ടം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ മഹാദേവന് ധാരയോ കൂളമാലയോ ഒക്കെ വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. ദോഷത്തിനൊക്കെ ഒരു കുറവുണ്ടാകും. ഓം നമഃശിവായ 108 പ്രാവശ്യം കാലത്തും വൈകിട്ടും ജപിക്കുന്നതും വളരെ നല്ലത് തന്നെയാണ്. ദോഷം കുറഞ്ഞു കിട്ടും. പിന്നെ കുജൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം, വസ്ത്രാഭരണാദി ലാഭം ഉണ്ടാകുക, ആനന്ദം ഉണ്ടാകുക, ശത്രുനാശം, രോഗമുക്തി, സർവകാര്യ വിജയം ഉണ്ടാകുക, വഴക്കുകൾ തീർന്നു കിട്ടുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ
ലഭിക്കുന്നതാണ്. പിന്നെ 11-ാം തീയതി വരെ ബുധൻ അത്ര അനുകൂലനല്ല. ധനനാശം, ബന്ധുക്കളുമായിട്ട് വിരോധം, വഴക്ക്, ദുഷ്ടജനങ്ങളുടെ കൂട്ടുകെട്ട് മൂലം ക്ലേശങ്ങൾ, ധനനഷ്ടം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ദോഷം കുറയും. എന്നാൽ 11-ാം തീയതി വരെ ബുധൻ വളരെ അനുകൂലനാണ്. സന്തോഷം ഉണ്ടാകുക, കുടുംബസുഖം ഉണ്ടാകുക, ധനനേട്ടം ഉണ്ടാകുക, ആഭരണാദികളൊക്കെ നേടാൻ പറ്റുന്നതാണ്. സജ്ജന സംസർഗം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ വ്യാഴം വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനാഗമനം ഉണ്ടാകുക, സർവകാര്യ വിജയം ഉണ്ടാകുക, സ്ഥാനലാഭം ഉണ്ടാകുക, ബന്ധുക്കൾ മൂലം ആയിട്ട് സന്തോഷം ഉണ്ടാകുക, നേട്ടങ്ങൾ ഉണ്ടാകുക, പല നേട്ടത്തിനും സാധ്യതയുണ്ട്. ഉന്നതി, പൊതുവെ ഒരു ഉന്നതി ഉണ്ടാകുക. അപ്പോൾ സ്ഥാനമാന ലാഭം, സന്താന ഭാഗ്യം, സന്താനങ്ങൾ മൂലം നേട്ടങ്ങളെ, സന്തോഷം ഉണ്ടാകുക, വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതിന് സാധ്യതയാണ്. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ള സമയമാണ്. അന്ന് ശ്രമിച്ചുകൊള്ളുക. പിന്നെ ശുക്രൻ അത്ര അനുകൂലനല്ല. വ്യവസായത്തിൽ നഷ്ടം ഉണ്ടാകുക, ധനനഷ്ടം ഉണ്ടാകുക, ശത്രുക്ലേശം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ ദേവി പ്രീതി വരുത്തുക. പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ഒരു പുഷ്പാഞ്ജലിയോ നെയ്വിളക്കോ എന്തെങ്കിലും ഒന്ന് കത്തിക്കുക, നല്ലതാണ്. ശനി അത്ര അനുകൂലനല്ല. 7:30 ശനിയുടെ അവസാന ഭാഗമാണ്. അയ്യപ്പന് എള്ളുകിഴി കത്തിക്കുന്നത് നന്നാണ്. പക്ഷേ അത്ര ക്ലേശപ്രദം അല്ല ഇനിയുള്ള 7:30 ശനിക്കാലം. പിന്നെ രാഹു വളരെ അനുകൂലനാണ്. അപ്പോൾ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. എന്നാൽ കേതു അത്ര അനുകൂലമല്ല. അത് ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ ആ ദോഷം കുറഞ്ഞു കിട്ടുന്നതാണ്. അവിട്ടം പകുതി, ചതയം, പൂരിട്ടാതി മുക്കാല്, ഈ 3 നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് മാസം മുഴുവനും സൂര്യൻ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക. ധനച്ചെലവ്, ദൂരയാത്ര, സ്ഥാനഭ്രംശം, കാര്യഹാനി, ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ബന്ധുക്കളുമായിട്ടൊക്കെയുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ മഹാദേവന് ധാര, കൂവളമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക. അപ്പോൾ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാവും. പിന്നെ കുജൻ അനുകൂലനല്ല. ധനനാശം, ബന്ധുക്കളും സന്താനങ്ങളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളെ, ശത്രുക്ലേശം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ എന്നും സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക. പിന്നെ നമ്മളുടെ കഴിവിനനുസരിച്ച് യഥാശക്തി അവിടെ ഒരു വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ബുധൻ അനുകൂലനല്ല. ധനഹാനി, കാര്യവിഘ്നം, ബന്ധുക്കളുമായി വിരോധം, വഴക്ക് തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ദോഷം കുറയും. പിന്നെ വ്യാഴം അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ധനക്ലേശം ഉണ്ടാകാം, അപമാനം സഹിക്കേണ്ടി വരാം, വീട് വിട്ടു പോകേണ്ടി വരാം, സമാധാന കുറവുണ്ടാകാം തുടങ്ങിയ ദോഷാനുഭവങ്ങളൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, സഹസ്രനാമ അർച്ചന ചെയ്യുക, ദോഷം കുറയും. എന്നാൽ ചില നല്ല ഫലങ്ങളും ഈ വ്യാഴം തരുന്നതിന് സാധ്യതയുണ്ട്. വീട്, ഭൂമി, വാഹനം ഇതിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങുന്നതിന് ഒരു തുടക്കം കുറിക്കുന്നതിന് സാധ്യതയുണ്ട്. ഒന്ന് വാങ്ങിച്ചു തരുന്നതിനും നല്ല ഒരു യോഗം കാണുന്നുണ്ട്. അതിന് അനുകൂലമാണ്. തീർത്ഥയാത്രയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. പിന്നെ ശുക്രൻ അനുകൂലനാണ്. തുടർച്ചയായിട്ടുള്ള ധനലാഭം, ലോക ബഹുമാനം, ആരോഗ്യം, വസ്ത്രാഭരണാദി നേട്ടം, സർവ്വവിധമായ സുഖപ്രാപ്തി തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ശനി ജന്മശനിയായിട്ട് തുടരുന്നു. 7:30 ശനിയുടെ മധ്യഭാഗമാണ്. വളരെയേറെ ദോഷപ്രദമാണ് ഈ ജന്മശനി എന്ന് പറയുന്നത്. അയ്യപ്പസ്വാമിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അവിടെ ഒരു എള്ളുകിഴിയോ നീരാഞ്ജനമോ ഒക്കെ
വഴിപാട് ചെയ്യുക. പിന്നെ ശനിയുടെ ഗായത്രി മന്ത്രമാണ് ഓം സൂര്യപുത്രായ വിദ്മഹേ ശനൈശ്ചരായ ധീമഹി തന്നോ മന്ദ പ്രചോദയാൽ. ഈ ശനി മന്ത്രം അങ്ങോട്ട് ജപിച്ചു 108 പ്രാവശ്യം ഒക്കെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. പിന്നെ രാഹു അത്ര അനുകൂലമല്ലാതെയാണ്, രാഹു കേതുക്കൾ രണ്ടും അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുക. അപ്പോൾ ശിവപ്രീതി വരുത്തുക, സർപ്പപൂജ നടത്തുക, ഗണപതി പ്രീതി വരുത്തുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ദോഷത്തിനൊരു കുറവുണ്ടാവും. ഇനി മീനക്കുറ്, പൂരിട്ടാതി കാല, ഉത്രട്ടാതി, രേവതി, ഈ 3 നക്ഷത്രങ്ങളാണ് മീനരാശിയിലുള്ളത്. ഇവർക്ക് 12-ാം തീയതി വരെ സൂര്യൻ വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. നല്ല ഫലങ്ങളൊക്കെ ധാരാളം തരുന്നതാണ്. ധനലാഭം ഉണ്ടാകുക, പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടാകുക, ആരോഗ്യമൊക്കെ വളരെ അനുകൂലമായി വരിക, നല്ല അഭിമാനപരമായിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടാകുക, കാര്യവിജയം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ 13-ാം തീയതി മുതൽ നേരെ വിപരീതനാകുന്നതാണ്, അനുകൂലനല്ലാതെയാകുകയാണ്. കാര്യഹാനി, ബന്ധുമിത്രാദി വിയോഗം ഉണ്ടാകുക, ധനനഷ്ടം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ മഹാദേവനെ ധാരയോ ഗോളമാലയോ ഒക്കെ വഴിപാട് നടത്തുക, ഓം നമഃശിവായ ജപിക്കുക, അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദോഷം കുറയും. പിന്നെ കുജൻ അനുകൂലനല്ല, ശത്രുക്ലേശം, ബന്ധുവിരോധം ഉണ്ടാകുക, ഉദര സംബന്ധമായ രോഗം ഉണ്ടാകുക, സ്ഥാനഭ്രംശം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ചൊവ്വാഴ്ച ദിവസം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാട് ചെയ്യുക, ഒരു നെയ്വിളക്കോ പുഷ്പാഞ്ജലിയോ മാല ചാർത്തലോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുക, ദോഷമൊക്കെ ഒന്ന് കുറയും. ചൊവ്വാഴ്ച ദിവസം വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. പിന്നെ ബുധൻ 11-ാം തീയതി വരെ അനുകൂലനാണ്. ആരോഗ്യം, സുഖം, പ്രശംസ, ധനാഗമം, ബന്ധുസ്നേഹം, ബന്ധുക്കൾ മൂലം നേട്ടങ്ങളെ തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. എന്നാൽ 11-ാം തീയതി മുതൽ അങ്ങോട്ട് നേരെ വിപരീതനാകുന്നതാണ്, അനുകൂലനല്ലാതെ ആയിത്തീരുന്നതാണ് ബുധൻ. വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുക, അതുപോലെ സഹസ്രനാമ അർച്ചന ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയാൽ ദോഷങ്ങൾ കുറയും. പിന്നെ വ്യാഴം ദോഷപ്രദനാണ്. തൊഴിൽ സംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ബന്ധുക്കളുമായിട്ടൊക്കെയുള്ള വഴക്ക്, ക്ലേശങ്ങൾ, ഇതിനൊക്കെ സാധ്യതയുണ്ട്. രോഗമൊക്കെ ക്ലേശിപ്പിക്കുന്നതിന് സാധ്യതയുണ്ട്. പിതൃക്ലേശം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അതുപോലെ സഹസ്രനാമ അർച്ചന വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യുക. വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ എവിടെയായാലും മതി, സഹസ്രനാമ അർച്ചനയോ പിന്നെ ധന്വന്തരി മന്ത്രാർച്ചന ചെയ്യുന്നതും നല്ലതാണ്. ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ്. പിന്നെ ശുക്രൻ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. സർവ്വവിധമായ സുഖപ്രാപ്തി, ധനനേട്ടം, ശത്രുനാശം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ശനി അനുകൂലനല്ല, 7.5 ശനി ആണ്. ക്ലേശം, ധനക്ലേശമൊക്കെ തരുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് എള്ളുകിഴി, നീരാഞ്ജനം ഇത് കത്തിക്കുക, ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാവും. രാഹു കേതുക്കളെ അനുകൂലരല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. സർപ്പപൂജ ചെയ്യുക, ശിവപൂജ ചെയ്യുക, ഗണപതി പ്രീതി വരുത്തുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ദോഷത്തിനൊരു പരിധിവരെ ഒരു കുറവുണ്ടാകുന്നതാണ്. ഓം നമഃശിവായ കാലത്തും വൈകിട്ടും ജപിച്ചോളൂ, 108 പ്രാവശ്യം വീതം. അതുപോലെ ഓം ഗം ഗണപതേ നമ എന്ന മന്ത്രവും ജപിക്കാവുന്നതാണ്. അപ്പോൾ ഗണപതി സന്തുഷ്ടനാകും. ഗണപതി പ്രീതി ഉണ്ടെങ്കിൽ പിന്നെ കേതു ഒരു ദോഷവും ചെയ്യില്ല എന്നാണേ. അതുപോലെ ഭഗവാന്റെ അനുഗ്രഹം നേരിട്ട് ലഭിക്കുകയും ചെയ്യും. സർവ്വ വിഘ്നങ്ങളും തീർന്ന എല്ലാ കാര്യങ്ങളും അനുകൂലമായി വരികയും ചെയ്യും. ഓം ഗം ഗണപതേ നമ മന്ത്രം 108 പ്രാവശ്യം കാലത്തും വൈകിട്ടും ജപിക്കുക. 2 മിനിറ്റ് എടുക്കുകയുള്ളൂ. പിന്നെ ഗണപതി ക്ഷേത്രത്തിലൊരു ഗണപതി ഹോമം നടത്തലോ നാളികേരം ഉടയ്ക്കലോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തോ, വളരെ നല്ലതാണത്. അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു, ശുഭമസ്തു.
ഓം